അതാവുമ്പോ അടുത്തായിരിക്കും. പിന്നെ നമ്മുടെ മെയിൻ ചാനലിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഹലോ ബക്കോസ്. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഇന്ന് വന്നേക്കുന്ന ഒരു ചാലഞ്ച് ആയിട്ടാണ്. അതെ, വലിയൊരു ചാലഞ്ചുമായിട്ടാണ് ചാലഞ്ചാണ്. അതിനു മുമ്പേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ മെയിൻ ചാനലിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 250 ഒക്കെ ആവുമ്പോൾ ഒരു ഗിവ് അവേ നടത്തുന്നുണ്ട്. 250K അല്ല, 250 സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ ഒരു ഗിവ് അവേ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് അത്രയ്ക്ക് ആവശ്യമുണ്ട്, ഭയങ്കരമായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാലഞ്ചിലേക്ക് പോകാം. നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ചാലഞ്ചിന്റെ പേര് എന്താണെന്ന് പറയാം. നമ്മുടെ ചാലഞ്ചിന്റെ പേരാണ് ബ്ലൈൻഡ് ഫോൾഡ് മേക്കപ്പ് ചാലഞ്ച്. അപ്പോൾ നമുക്ക് നമ്മുടെ ചലഞ്ചിലേക്ക് പോവാം. അതിനു മുമ്പേ ആയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ കണ്ണ് കെട്ടി വെച്ചിട്ട് അശ്വതിയെ മേക്കപ്പ് ചെയ്യും. ഞാനിപ്പോൾ കണ്ണിട്ടുവാണെങ്കിൽ എങ്ങനെ ഞാൻ മേക്കപ്പ് ചെയ്യണ്ട. അതെ, അപ്പോൾ ഇതിന്റെ റിസൾട്ട് നമ്മൾ എങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ റിസൾട്ട് നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങളാണ് കൺക്ലൂഡ് ചെയ്യേണ്ടത്. ആരാണ് ബെറ്റർ എന്നും ആരാണ് നല്ലതെന്നും നിങ്ങൾ കമന്റ് ചെയ്യണം. അത് വെച്ചിട്ടായിരിക്കും ഡിസൈഡ് ചെയ്യുന്ന ആരായിരിക്കും വിന്നർ. നമ്മൾ വെയിറ്റ് ചെയ്യും. നമുക്ക് കമന്റ് കണ്ടേ പറ്റും. നമുക്ക് ആരാണ് ജയിച്ചത് നമുക്ക് അതെ, മിക്കവാറും ഞാനിത് കൊണ്ടുപോകും. പറ്റത്തില്ല, ഞാനേ കൊണ്ടുപോകത്തുള്ളൂ. ആര് പറയും, നമുക്ക് കാണാം അല്ലേ? കാണാം. അപ്പോൾ നമുക്ക് ചാലഞ്ചിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനു മുമ്പേ ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് മുഖത്തിടാൻ പോകുന്നത് നിങ്ങളോട് പറയണമല്ലോ, മര്യാദ. ഓക്കെ, ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്യാവേ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കൊരു മസ്കാര ഉണ്ട്, ഓക്കെ, ഒരു ഫൗണ്ടേഷൻ, ഓക്കെ, പിന്നെ 2 ലിപ്സ്റ്റിക്സ്, ഓക്കെ, പിന്നെ ഒരു ലിപ് ലൈനർ ഉണ്ട്, പിന്നെ ഒരു ഐലൈനർ ഉണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ സൈഡിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ, ഒരു കൺസീലർ ഉണ്ട്, ലിപ് പ്ലംബർ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഐലൈനർ ഉണ്ട്, റെഡ് ലിപ്സ്റ്റിക് ഉണ്ട്, പിന്നെ വേറൊരു റെഡ് ലിപ്സ്റ്റിക് ഉണ്ട്, പിന്നെ ഐബ്രോ ഫില്ലിംഗ് ഉണ്ട്. അപ്പോൾ ലിപ്സ്റ്റിക്കിന്റെ ആവശ്യമുണ്ടോ അറിയില്ല, മേ ബി ചിലപ്പോൾ വന്നാലോ. അപ്പോൾ അറിയത്തില്ല, കണ്ണ് കാണാൻ പറ്റത്തില്ല, എന്തെങ്കിലുമൊക്കെ എടുത്ത് എവിടെയെങ്കിലുമൊക്കെ തേക്കുന്നതായിരിക്കും. പക്ഷെ അവസാനം ഭംഗിയുള്ളത് എനിക്ക് തന്നെ, ഞാൻ ചെയ്യുന്ന തന്നെ ആയിരിക്കും. അതെനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, ഞാൻ ചെയ്യുന്നതായിരിക്കും. സ്വാഭാവികം, എനിക്ക് തന്നെ ആയിരിക്കും. പിന്നെ ഇതൊരു മത്സരമാക്കാൻ ഞാൻ വിചാരിച്ചില്ല, ഒരു ചാലഞ്ച്. നിങ്ങൾ പക്ഷെ പറയണം ഞാനായിരിക്കും വിന്നർ ആവുന്ന. ഞാനായിരിക്കും വിന്നർ ആവുന്ന, കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അശ്വതി ഗംഗ. ഓക്കെ, അപ്പോൾ നമുക്ക് ചലഞ്ചിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ആരാണ് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന്. അശ്വതിയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ടൈറ്റാക്കി കെട്ടി കൊടുക്കാം, കാണരുതല്ലോ. ഓക്കെ ഓക്കെ, ഒന്നും കാണുന്നില്ല കേട്ടോ. ആ പറച്ചിൽ എന്തോ ഇല്ലേ? ഇല്ല, ഒന്നും കാണുന്നില്ല അല്ലേ? കാണുന്നുണ്ടോ? നിങ്ങൾ വേണമെങ്കിൽ കാണിച്ചു. നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഇത് ഇത്ര ഇങ്ങനെ കാണിക്ക്, ഫിംഗേഴ്സ് വെച്ച് കാണിക്ക്. ഓക്കെ, ഞാൻ കാണിക്കുന്നുണ്ട്. പറ, എത്ര? 2 ആണോ? 2 ആ. ഇതെത്ര? 5. ഇതെത്ര? 3. ഇതെത്ര? 1. ഇതെത്ര? 3. കാണുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. ശരിയായിരുന്നു. ഓക്കെ, നമുക്കപ്പോൾ തുടങ്ങാം. I think I'm starting with the foundation. ഓക്കെ, അല്ലേ, ഇത് ഫൗണ്ടേഷൻ ആയിരിക്കാം. മുഖാന്തേ ഇത് ലിപ്സ്റ്റിക്കാണോ? ലിപ്സ്റ്റിക് ആയിരിക്കാം. അതെ, ഇതിൽ ലിപ്സ്റ്റിക്കാണ്. സെറ്റായോ? സൂപ്പർ. അതൈലൈനറാ. വൺ സെക്കൻഡ്, ഐലൈനർ പൊട്ടിച്ചേട്ടോ, കാണിച്ചുതരാം. ഐലൈനർ 2 പാർട്ടാക്കി. മനഃപൂർവ്വമല്ല. ഇനി എടുത്തു. ഓക്കെ, ഒരെണ്ണം ഇവിടെ പിടിച്ചു. ഓക്കെ, ഇനി തുറന്നു. എനിക്ക് കാണാമോ? കാണുന്നില്ലല്ലോ. കാണണമായിരുന്നോ?
തുറന്നെടുത്തു. കണ്ണന്റെ ഇതാണ്. ഓക്കെ, കഴിഞ്ഞു. ഇനി ഞാൻ കണ്ണൊന്ന് തുറന്നോ? I want to see the product. സൂപ്പർ റൈറ്റ്. അപ്പൊ ഇതാണ് എന്നെ അശ്വതി ഒരുക്കിയത്. അൺബിലീവബിൾ. Sorry. ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം ലിപ് പ്ലംപ് ചെയ്യുന്ന ഒരു വ്യക്തി. ആ ലിപ് പ്ലംപ് ഇതൊക്കെ ലിപ് പ്ലംപ് ചെയ്തതാ. ഐലൈനർ ദേ ഈ സാധന ഒരെണ്ണം പിരികത്ത്. ഞാൻ മറ്റേ ദിഗംബരനായി. നല്ലല്ലേ ഗൈസ്? ഇത് മസ്കാരയാണ് ഗൈസ്. ഇത് മസ്കാരയാണ് നോക്കിയിരിക്കുന്ന. ഇത് ലിപ്സ്റ്റിക്കാ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് വാഷ് ചെയ്തിട്ട് അടുത്ത ഇവളെ മുഖം, ഈ നല്ല മുഖം ഞാൻ ഇതേപോലെ വൃത്തിയേടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് തുടങ്ങാവേ. എന്താവോ എന്തോ, ഞാനായിരിക്കും ജയിക്കുന്നത്. അതിപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, തുറന്നു നോക്ക്. മറ്റേ ചൈനീസ്. അയ്യോ, ഇത് ഞാൻ ഇവിടെ എന്താ തേച്ചത്? ബ്ലാക്ക്. ഇതെന്താ ഇവിടെ ഒരു കുരു? അത് ഞാൻ ലിപ്സ്റ്റിക് എടുത്ത് തേച്ച അവിടെ ആയിരിക്കാം. എന്നാലും മറ്റേ ഡീപ്പ് സ്കിൻ, മറ്റേ ഡീപ്പല്ലല്ലോ, എന്താ പറയുക? ഇതാണ് ഫൈനൽ ഔട്ട്കം. മറ്റേനേക്കാളും എനിക്ക് തോന്നുന്നു ഇതാ നിനക്ക് സൂട്ടാവുന്ന. അതെ അതെ, എന്നും ഈ ഒരു ഒന്നും പറയുന്നില്ല. ഓക്കെ, ഇത് കൊള്ളാല്ലേ? ഈ പിരികം അല്ല, ഈ ഐലൈനർ ഇതാണ് ഹൈലൈറ്റ്. ചുണ്ട് കണ്ടോ? മറ്റേ ഇങ്ങനെ നേരെ പോയി ഇവിടെ ഒന്നും ബാക്കി ചുണ്ടില്ല. സൂപ്പർ. അപ്പൊ പിന്നെ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം അല്ലേ? വേണ്ടി വരേ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഫേസ് വാഷ് ചെയ്യണം. ഓക്കെ ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ചലഞ്ച് കഴിഞ്ഞു. നമ്മുടെ മുഖം കണ്ടാൽ അറിയാം, നല്ലൊരു എന്താ ഒരു മുഖം കഴുകി നല്ലൊരു കണ്ടില്ലേ? ആദ്യമായിട്ടാണ് പോയി ചൊറിച്ചിൽ എഫക്ട്. കാരണം അതെങ്കിലും ഉണ്ടായില്ലേ? ഈ ചലഞ്ച് കഴിഞ്ഞ ശേഷം ആ മുഖത്തെ ആ പ്രസന്നത കണ്ടോ? ആ ഒരു വെളിച്ചം ഇങ്ങോട്ട് അടിക്കുന്നു, ഇങ്ങനെ അടിക്കുന്നു. അത് ലൈറ്റ് കാരണം വെള്ളം തൊട്ടിട്ട് അതല്ല. 4 ആഴ്ചയായി കുളിച്ചിട്ട്. ആരോട് ഞാൻ 4 ആഴ്ചയായി. ഇവിടെ 1 മാസമായി കേട്ടോ. എന്നെ കുളിക്കാൻ സമ്മതിക്കുന്നില്ല. അതാണ് 4 ആഴ്ചയല്ലേ? അന്ന് 2 മാസമായി കേട്ടോ. 2 മാസമായി. അപ്പോൾ നിങ്ങൾ വേണം സെലക്ട് ചെയ്യാൻ ആരാണ്. ഞാനല്ലേ? ഞാനാന്ന് എനിക്കറിയാം. അപ്പൊ എന്റെ പേര് അറിയാലോ, അശ്വതി. എന്റെ പേര് അതങ്ങനെ പറയും, കുഴപ്പമില്ല. എനിക്കിട്ടു കുഴപ്പമില്ല. GAN ഗംഗ. ASWATHY. അതാവുമ്പോ അടുത്തായിരിക്കും. ജസ്റ്റ് എല്ലാം അടുത്തടുത്ത് അടക്കണം. ഒന്ന് ടൈപ്പ് ചെയ്തെടുത്ത്. ASW അടുത്താണ്, THY അടുത്താണ്. എന്റെ GAN വരെ എഴുതിയാൽ മതി. ബാക്കി GA നേരത്തെ എഴുതിയതിലുണ്ട്, അത് കോപ്പി പേസ്റ്റ് ചെയ്താലും മതി. അല്ല, ഇതാണ് സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പോ ഇത്രേ ഉള്ളൂ ഇന്നത്തേക്ക്. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ഇല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കാം. അതെ, അതുവരേക്കും ബൈ. ചൂസ്.